അണ്ടർ എ ഫെമ നമ്മളൊരിക്കൽ NRI ആയിക്കഴിഞ്ഞാൽ ലീഗലി നമ്മൾ 2 അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ പേരിൽ ഒത്തിരി ആളുകൾ ഇന്നസെന്റ് ആയിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്. Once you are back in India, your intention to stay in India for an uncertain period also വന്നിട്ട് you lose NRI status. TDS ഇൻകം ടാക്സ് അല്ല, TDS ഒരു മെക്കാനിസം ആണ് ഗവൺമെന്റ് അപ്രണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതിന്. ഓക്കെ, അത് PIO അല്ലെ OCI 2 കാർഡ് ഹോൾഡറും ഫെമ പ്രകാരം NRI തന്നെയാണ്. നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ശ്രീജിത്താണ്. ശ്രീജിത്ത് ഒരു CA-കാരനാണ്. ഞങ്ങൾ ഇപ്പം എനിക്കൊന്ന് മൂന്ന് കൊല്ലത്തിനുള്ളിൽ നമ്മൾ 2 കൊല്ലമായി ഞങ്ങൾ ഒരു ബിസിനസ് ഇവൻറ്റിൽ ഞങ്ങൾ ഒരു കോമൺ ഫ്രണ്ട് ഉപകാരം പരിചയപ്പെട്ടതാണ്. അതോടൊപ്പം ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു വേറൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു ഇവൻ. ശ്രീജിത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഓഡിറ്റിംഗ് ഫേമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KPMG ആയാലും ഡിലോയിറ്റ് ആയാലും. അതിനോടൊപ്പം ക്യാപിറ്റയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു, പ്രവാസി ടാക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. അദ്ദേഹമാണ് ഫൗണ്ട് ചെയ്തത്. ആൻഡ് ഇതിലെല്ലാത്തിലും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ ഇൻകം ടാക്സ് നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം NRIസിന് എങ്ങനെ പൈസ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യാം, ഇക്കാര്യത്തിലാണ് എക്സ്പെർട്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിൽ കൂടുതലും NRIസ് നന്നായിട്ടുള്ളതാണ്. അപ്പോൾ NRIസിന് എപ്പോഴും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മിഡിൽ ഈസ്റ്റ് NRIസിനുള്ളൊരു കാര്യമാണ്, അവിടെ ടാക്സ് ഇല്ല, ഇവിടെ ടാക്സ് ഉണ്ട്. അപ്പോൾ ടാക്സിന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത്തിരി പേടിയാണ്. അപ്പോൾ നമ്മൾ പരിചയമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ ആഫ്റ്റർ ഓൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡീപ്പ് ഡൈവ് ആയിട്ട് നോക്കുന്ന കാര്യം വെച്ചാൽ എന്താണ് NRIs അറിഞ്ഞിരിക്കേണ്ട ടാക്സ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് എനിക്ക് ടൈറ്റിൽ വേണമെങ്കിൽ പറയാം, NRI ആൻഡ് ടാക്സ്. NRI ടാക്സ് ഞാൻ ആസ് യു നോ വന്നിട്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് പഠിച്ച ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എല്ലാവരും CA കഴിയുമ്പം ഓഡിറ്റിംഗ് പ്രൊഫഷനിലേക്ക് പോകുമ്പം എനിക്ക് ടാക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈവൻ ഡ്യൂറിങ് ദ CA ടൈം തന്നെ ടാക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ തന്നെ ഞാനത് സ്പെഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ട് അതെനിക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. മറ്റുള്ള ഒരുപാട് പേര് പറയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഇൻകം ടാക്സ്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ത്രൂ ഔട്ട് മൈ കരിയർ ഞാൻ ഇൻകം ടാക്സ് ആണ് ചെയ്തത്. അപ്പോൾ അവിടെ ഞാനീ പറഞ്ഞ പോലെ Big 4 വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ടുള്ള ഡിവിഷൻ ഉണ്ട്. അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ ടാക്സ്. അങ്ങനെ ഒരു 2018 ഞാൻ ക്യാപിറ്റൽ തുടങ്ങിയത്. അപ്പോൾ ഈ ക്യാപിറ്റൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് NRI അവയർനെസ് സെഷൻ ഒരു ക്ലാസ് എടുക്കും, ഫിസിക്കൽ ക്ലാസ്, കുവൈറ്റിലും ഖത്തറിലൊക്കെ പോയിട്ട്. അന്ന് സമയത്താണ് ഞാൻ ശരിക്കും മനസ്സിലായി NRIസിന് ഈ ഇൻകം ടാക്സിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല. പേടിയല്ല, അവയർനെസ് ഇല്ല എന്ന് പറയുമ്പം ഒന്ന് അവിടെ ആരും ടാക്സ് അടയ്ക്കുന്നില്ല. അവർ ഇന്ത്യയിലേക്കാണ് ഈ പറയുന്ന അവരുടെ ഏർണിങ്സ് ഒക്കെ യൂസുഫലി സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്യുന്നത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൊത്തം ഇന്ത്യയിലാണ്. മറ്റുള്ള non-GCC കൺട്രിയിലെ ആൾക്കാർ ഏൺ ചെയ്യുന്നത് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. പല വിഷുവിനും ഓണത്തിനും നാട്ടിൽ വരുക എന്നല്ലാണ്ട് ഇവിടെ നിന്നും ആരും ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടോ ഒരു FD ഇട്ടിട്ടോ നിങ്ങളാരും കണ്ടിട്ടുണ്ട്? എത്ര US-കാരും UK-കാരും വന്നിട്ട് ഇവിടെ പ്രോപ്പർട്ടിയും FDകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് വെച്ചാൽ അവർ വളരെ കുറവാണ്. പക്ഷെ മിഡിൽ ഈസ്റ്റ് അവിടെ നിന്ന് ഇപ്പോഴാണല്ലോ ദുബായിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാൻ പറ്റുന്നത്. അല്ലാതെ അവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിൽ തന്നെയാണ്. നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ ഒരു വിഷയം പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും റെസിഡൻറ്റ് അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ NRI അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ NRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്നായിരിക്കും. ഓഫ്കോഴ്സ്. അപ്പോൾ ഈ NRI എന്ന് പറയുന്ന സ്റ്റാറ്റസ് എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലായിട്ട് വേണം നമ്മൾ ഈ അക്കൗണ്ടുകൾ പറയാൻ. NRI എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഇൻകം ടാക്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല. നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്ന ആ സ്റ്റാറ്റസ് വരുന്നത് FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1990 എന്ന് പറഞ്ഞ ആക്ടാണ്. നമുക്ക് ഈ FEMAയുടെ പ്രകാരമാണ് ഈ NRI സ്റ്റാറ്റസ് വരുന്നത്. ആ NRIക്കാണ് നമുക്കിവിടെ ഇന്ത്യയിൽ NRO അക്കൗണ്ട്, നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, NRI അക്കൗണ്ട്, ഈ 2 അക്കൗണ്ടുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 അക്കൗണ്ടിൽ ബന്ധപ്പെട്ടാണ് മറ്റുള്ള ഡെപ്പോസിറ്റ് സ്കീമുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന് ഇന്ത്യയിലെ വരുമാനം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഫോറിനിലുള്ള വരുമാനം ആക്സെപ്റ്റ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇത് രണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതായത് നമുക്കൊരു NRO അക്കൗണ്ടിൽ കാശുണ്ട്. ആ കാശ് നമുക്ക് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് RBIയുടെ അപ്രൂവൽ വേണം.
നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിലുള്ള കാശ് പുറത്ത് കൊണ്ടുപോകാൻ ആരുടെയും അപ്രൂവൽ വേണ്ട. അതുകൊണ്ട് അവർ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ, ഇന്ത്യക്ക് പുറത്താണ് അക്കൗണ്ട്. ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് ഉണ്ടെങ്കിലും കൂടി മണി ഈസ് ആക്ച്വലി ഔട്ട് സൈഡ്. അതുകൊണ്ടാണ് നമുക്കൊരു NRI അക്കൗണ്ടിൽ നിന്ന് പുറത്ത് കാശ് അയക്കാൻ ആരുടെയും അപ്രൂവൽ ആവശ്യമില്ല. അപ്പോൾ NRI ആണെങ്കിൽ അപ്രൂവലേ ആവശ്യമുള്ളൂ, പക്ഷേ കൊണ്ടുപോകാൻ പറ്റും. ലിമിറ്റ് ഉണ്ട്. അണ്ടർ ഫെമ ദർ ഇസ് ലിമിറ്റ്, അതിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും. NRI അക്കൗണ്ടിൽ ആരുടെയും സമ്മതം വേണ്ട, എപ്പോഴെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ പുറത്തുനിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NRI ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുപോകാം. ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവും, അവിടേക്ക് പോണേക്കാളും മുന്നേ. അപ്പോൾ അത് കീപ്പ് ചെയ്യുന്നതിനെ പറ്റി എന്താണ്? അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞതാണ്, അണ്ടർ ഫെമ നമ്മൾ ഒരിക്കൽ NRI ആയിക്കഴിഞ്ഞാൽ ലീഗലി നമ്മൾ 2 അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. NRO അക്കൗണ്ടും NRE അക്കൗണ്ടും. റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്, നമ്മുടെ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതാണ് ടെക്നിക്കലി NRO അക്കൗണ്ട്. നമ്മൾ ഈ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ പോവുകയും ചെയ്തു, ഫോർ എക്സാമ്പിൾ ദുബായിലോ അല്ലെങ്കിൽ കുവൈറ്റിലേക്കോ നമുക്ക് ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ റെസിഡന്റ് അക്കൗണ്ടുള്ള ആ ബാങ്കിൽ പോയിട്ട് നമ്മൾ ഇൻഫോം ചെയ്യണം നമ്മൾ NRI ആയി, നോൺ റെസിഡന്റ് ആയി. 6 മാസം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അക്കൗണ്ട് പറയണം. അല്ല, പല ആൾക്കാർക്കുള്ള ഡൗട്ട് പോകുമ്പോൾ തന്നെ അവരുടെ 6 മാസത്തെ 180 days ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വിസ കിട്ടി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, എപ്പോഴാണ് NRI അക്കൗണ്ട്? 182 days 6 months റെലവൻസ് NRIക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 182 days എന്നൊക്കെ പറഞ്ഞ് ഇൻകം ടാക്സിലാണല്ലോ വരുന്നത്. ഫെമ പ്രകാരം ഒരാൾ NRI മാറുന്നത് അയാളുടെ ഇന്റൻഷനാണ്, അയാളുടെ ഉദ്ദേശമാണ്. അതായത് ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെന്റ്, അല്ലാണ്ട് ജോലിക്ക് വേണ്ടി പോകുന്നു, ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്, വേറൊരു ബിസിനസ്സിന് വേണ്ടി പോകുന്നു, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നു. അയാളുടെ സ്റ്റേ ഇന്ത്യക്ക് പുറത്ത്, അയാളുടെ സ്റ്റേ ഫോർ ആൻ അൺസർട്ടൻ പീരീഡ്. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് ഉറപ്പില്ലാത്ത ഒരു പോക്കുണ്ടല്ലോ. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകും, ദുബായിലേക്ക് ജോലിക്ക് പോകും, ആരും പറയോ ഞാൻ അടുത്ത കൊല്ലം തിരിച്ചു വരും അല്ലേ? അയാളുടെ ഉദ്ദേശം അവിടെ കരിയർ ബിൽഡ് ചെയ്യാനാണ്, അവിടെ കരിയർ ബിൽഡ് ചെയ്യാനും. അത് ഫോർ അൺസർട്ടൻ പീരീഡ് എന്നാണ് പറഞ്ഞത്. അൺസർട്ടൻ പീരീഡ് ആയതുകൊണ്ട് മാത്രമാണ് അയാൾ NRI സ്റ്റാറ്റസ് കിട്ടുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഗൾഫിൽ പോകുന്ന സമയത്ത് തന്നെ, ഞാൻ ലോജിക്ക് പറയാം, നല്ല ആൾക്കാർ അത് അപ്രീഷിയേറ്റ് ചെയ്തുള്ളൂ. ഗൾഫിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ SBIയിലോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ പോയിട്ട് NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അവിടെ പോയിട്ട് വിസയുടെ കോപ്പിയും എമിറേറ്റ്സ് ID ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ KYC ആണല്ലോ. പക്ഷെ പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്ലിക്കേഷനൊക്കെ സൈൻ ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അസ്യൂം നമ്മൾ ഗൾഫിൽ പോയി, നമ്മളിപ്പം ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം തന്നെ ശമ്പളം കിട്ടി. ശമ്പളം കിട്ടിയത് തന്നെ ഒരു ബാങ്കിൽ നിന്ന് ഒരാൾ വന്നു പറയും, സാറേ ഞങ്ങളൊരു 50,000 ദിർഹംസിന്റെ ഒരു ലോൺ തരാം, അല്ലെങ്കിൽ 1,00,000 ദിർഹംസിന്റെ ലോൺ തരാം, കാരണം നമ്മുടെ സാലറിയിൽ ഫസ്റ്റ് എമൗണ്ട് സാലറി ക്രെഡിറ്റ് ആയല്ലോ. അപ്പൊ നമ്മൾ തന്നെ ഒരു 1,00,000 ദിർഹംസ് ലോൺ എടുത്തിട്ട് എന്താ ചെയ്യാ, നാട്ടിലെ FD കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, ഈ NRI അക്കൗണ്ടിൽ FD ഇടും അല്ലേ? FD ഓപ്പൺ ചെയ്യുന്നതിൽ day 1 വന്നിട്ട് ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഇല്ല അല്ലേ? ഈ വ്യക്തി പോയിരിക്കുന്നത് 152 ദിവസത്തിലുണ്ടല്ലോ, 6 മാസം 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിൽ പോയിട്ടുണ്ട്, ഗൾഫിൽ പോയിട്ടുണ്ടാവും അല്ലേ? 10 മാസം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ആള് 11ാമത്തെ മാസം ടെക്നിക്കലി വന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. day 1 മുതൽ ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. സോ പറയുന്നതേ ഉള്ളൂ, നമ്മൾ പോകുന്ന ടൈമിലാണെങ്കിൽ നമ്മുടെ ഇന്റൻഷൻ അവിടെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ NRO അക്കൗണ്ടും NRI അക്കൗണ്ടും തുടക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഡോക്യുമെന്റ് കിട്ടി കഴിയുമ്പോൾ ആ KYC ചെയ്താൽ മതി. KYC അങ്ങനെ തന്നെയാണ് ഒരു എല്ലാ ബാങ്കും അങ്ങനെ തന്നെ. ഓക്കെ. പല ആൾക്കാരും ഒരു വിചാരമാണ് പോകുമ്പോൾ തന്നെ തുറക്കാൻ പറ്റില്ല. നമ്മൾ പോയ ഇനിയിപ്പോഴും വരാൻ ഒരു ലൈനിൽ വരത്തില്ല. അല്ല, ഗൾഫിൽ ഒരാൾ ജോലിക്ക് പോകുന്നു, ഞാൻ ചോദിക്കുന്നത് എപ്പോഴാണ് ഇനി ഇന്ത്യയിൽ വരാൻ പറ്റുക? ഓക്കെ, വെരി ഗുഡ്. ആരും വരില്ലല്ലോ, അവിടെ ലീവ് കൊടുക്കും. ഞാൻ പോയി പറയും എനിക്ക് എനിക്കൊരു ലീവ് തരണം എന്ന് പറഞ്ഞാൽ ആരും വരില്ല. പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഒരുവിധം എല്ലാ സ്ഥലത്തും മാർക്കറ്റിംഗ് ഓഫീസും കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ് കളക്ട് ചെയ്തിട്ട് അവരെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. അത് നമ്മൾ ഇൻഫോം ചെയ്ത് അവർ തന്നെ അവിടുന്ന്. പക്ഷെ എന്താ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, റെസിഡന്റ് അക്കൗണ്ട്. നമ്മൾ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യും വേറെ ബാങ്കിൽ പോയിട്ടാ, ഈ ബാങ്കിൽ പോയി ചെയ്യത്തില്ല. ആ ബാങ്കിൽ അയാൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ NRI ആയെന്നുള്ളത്. ഓക്കെ. അല്ല, പലപ്പോഴും നമുക്ക് പറ്റിപ്പോണ കാര്യം വെച്ചാൽ ചിലപ്പോൾ ഇവരൊക്കെ NRI അക്കൗണ്ട് ഒക്കെ ഉണ്ടാവും, വേറെ ബാങ്കിൽ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ NROയിലും അല്ലെങ്കിൽ റെസിഡന്റ് അക്കൗണ്ടും ഒരുമിച്ച് കൊണ്ടുനടക്കുന്നതിനെ പറ്റിയിട്ടുള്ള ലീഗൽ വശം എന്താണ്? NRO ആൾക്ക് NRI സ്റ്റാറ്റസിലാണ്, എന്നിട്ട് ഇവിടെ റെസിഡന്റ് അക്കൗണ്ട് സൂക്ഷിക്കണം. അതെ. അപ്പോൾ 2 കേസുണ്ട്. ഒന്നില്ലെങ്കിൽ വേറെ NRI എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല, സോ ആള് റെസിഡന്റ് അക്കൗണ്ട് സൂക്ഷിക്കുന്നു. അതും ഇയാൾക്ക് SBIയിൽ NRI അക്കൗണ്ട് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓർഡിനറി റെസിഡന്റ് അക്കൗണ്ട് ഉണ്ട്. അതങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ലീഗൽ വശം അണ്ടർ ഫെമ വയലേഷൻ ആണ്. ഫെമ പ്രകാരം വയലേഷൻ ആണ്.
ഫൈന് കെട്ടാൻ ആൾക്കാർക്ക് പേടി വരും. ഓക്കെ, 5,000 per day പെനാൽറ്റി വരും. 5,000 per day. മറ്റേ അതുപോലെ തന്നെ 3 times മണി ഇൻവോൾവ് ഈസ് ഓൾസോ ഫൈൻ. ഫെമ ഒറ്റ കോമ്പൗണ്ട് ഇത് കംപ്ലൈൻസ് മാത്രം, നോൺ കംപ്ലൈൻസ് മാത്രം ഒറ്റ പെനാൽറ്റിയാണ്. ഓക്കെ, ഐഡിയലി ആ ഒരു ബന്ധപ്പെട്ടിട്ട് വളരെ റയറായിട്ട് മാത്രമേ RBI ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് പെനാൽറ്റി ഇനിഷ്യേറ്റ്. ആർക്കെങ്കിലും ഒരു 10 പേർക്ക് കേസായി കോമ്പൗണ്ടിങ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ശരിയായിക്കോളും. അതായത് ഇതുവരെ അതൊരു സീരിയസ് ഒഫൻസ് ആയിട്ട് തെറ്റാണ്. ഐഡിയലി വന്നിട്ട് അത് കോൺഫ്ലിക്റ്റ് സംഭവിക്കും. ഇന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം പാൻ കോൺഫിഗേർഡ് ആണ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ. അവർക്കറിയാം നിങ്ങളുടെ എത്ര ബാങ്ക് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റെസിഡന്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ അക്കൗണ്ടിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തരുത്. അതായത് റെസിഡന്റ് അക്കൗണ്ടിൽ വഴി ചിലപ്പോൾ ആൾക്കാർ ഡിമാറ്റ് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ അവിടെ ഇപ്പൊ കൂടുതലും പ്രശ്നം അതാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ പറമ്പ് വാങ്ങുന്ന സമയത്ത് TDS കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇതിലൂടെ ട്രാൻസാക്ഷൻ നടത്തും. അവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു NRO അക്കൗണ്ട് ഉണ്ടാവും, റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവും. കറക്റ്റ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് NRI എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലെ, ഫോം 2 വെച്ചിട്ടാണ് ITR ഫയൽ ചെയ്യുന്നത്. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോർ എക്സാമ്പിൾ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഷെയർ ട്രേഡിംഗ് എന്നുള്ളതാണല്ലോ, TDS മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഓൺലി നോൺ റെസിഡന്റ് ആണ്. റെസിഡന്റിന് TDS ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക, ഒരു വ്യക്തി അയാളുടെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നു നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അയാളുടെ ഈ പറയുന്ന IT റിട്ടേണിൽ ഈ ട്രാൻസാക്ഷൻ ഒക്കെ റിപ്പോർട്ട് ആവും. അല്ലെ 26 years ഈ ട്രാൻസാക്ഷൻ ഒക്കെ റിപ്പോർട്ട് ആവും. ആ ട്രാൻസാക്ഷനിൽ എവിടെയും തന്നെ TDS പിടിച്ചിട്ടുണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി കോൺഫ്ലിക്റ്റ് ആയി. എങ്ങനെയാണ് ഒരു നോൺ റെസിഡന്റിന് ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡിംഗ് നടക്കുന്നു TDS പിടിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ മാർക്ക് ആയി. അപ്പൊ സിമ്പിൾ കാര്യം, വൺസ് NRI ആയി കഴിഞ്ഞാൽ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല, NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. NRI അക്കൗണ്ട് ഈ റെസിഡന്റ് അക്കൗണ്ട് NRO അക്കൗണ്ട് ആയിട്ട് നമ്മൾ മാറ്റം ബാങ്കിൽ പറയണം. എക്സിസ്റ്റിംഗ് റെസിഡന്റ് അക്കൗണ്ട് നമ്മൾ NRO ആയിട്ട് മാറ്റാൻ വേണം. ഇതിന്റെ വേറൊരു കോൺഫ്ലിക്റ്റ് പറഞ്ഞുതരാം. അസ്യൂം വന്നിട്ട് ആ ബാങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപയുണ്ട് നിങ്ങളുടെ റെസിഡന്റ് അക്കൗണ്ടിൽ, നിങ്ങളുടെ NRO അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്. ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ലോസ് ഓഫ് റവന്യൂ ആണ്. TDS അതിൽ 30% ആ TDS NRO അക്കൗണ്ടിൽ, റെസിഡന്റ് അക്കൗണ്ടിൽ 10% ആ TDS. അവിടെ തന്നെ 20% ലോസ് ഓഫ് റവന്യൂ വന്നു ഗവൺമെന്റിന്. നമ്മൾ ടാക്സ് പറ്റിച്ചെന്നായി. അവരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഇവേഷൻ പോലെ ആയില്ലേ. അപ്പൊ നോർമലി ആൾക്കാർ ചോദിക്കും ഇത് എന്താണ് പ്രശ്നം എന്ന്. ഐഡിയലി എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ബാങ്ക് ക്ലിയർ ആയിട്ട് പറയും നിങ്ങൾ മിസ്റെപ്രസെന്റ് ചെയ്തു, അല്ല യു മിസ്റെപ്രസെന്റ്. ബാങ്കിനെ കുറ്റം പറയാൻ പറ്റില്ല. പലപ്പോഴും ഇനി വേറൊരു കാര്യം ഇട്ടിട്ട് ഇപ്പൊ നമ്മൾ NRO അല്ലെങ്കിൽ NRI സ്റ്റാറ്റസിലേക്ക് ആൾ തിരിച്ചു വന്നു, അപ്പോൾ 6 മാസത്തിനുള്ളിൽ റെസിഡന്റ് സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്നുള്ളത്. പക്ഷേ മിക്ക ബാങ്കുകാരും പറയും നിങ്ങൾ മാറ്റേണ്ട, കുഴപ്പമില്ല, കാരണം അവരെ സംബന്ധിച്ച് FD പോണതൊക്കെയാണ്. പിന്നെ ക്ലയൻസും വിചാരിക്കുന്ന കാര്യം എന്താണ്, NRIന്ന് റെസിഡന്റിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ FDക്ക് ടാക്സ് കൊടുക്കണം. പല ആൾക്കാരും കോടിക്കണക്കിന് രൂപ NRIയിൽ ടാക്സ് കൊടുക്കാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് അത് മാറ്റാൻ പേടിയാണ്. അപ്പോൾ എത്ര നാളിനുള്ളിൽ മാറ്റണം, മാറ്റിയില്ലെങ്കിൽ എന്താണ് പണിഷ്മെന്റ്? സി ഐഡിയലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇന്റൻഷൻ ടു സ്റ്റേ ഫോർ ആൻ അൺസർട്ടൻ പീരിയഡ് എന്നുള്ള അതേപോലെ തന്നെയാണ്. വൺസ് യു ആർ ബാക്ക് ഇൻ ഇന്ത്യ, യുവർ ഇന്റൻഷൻ ടു സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ആൻ അൺസർട്ടൻ പീരിയഡ് ഓൾസോ വന്നിട്ട് യു ലൂസ് NRI സ്റ്റാറ്റസ് ദ ഡേ 1. ഞാൻ പറയും കാലിക്കറ്റ് എയർപോർട്ടിൽ പോയി നിങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ പോയിട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഉച്ച 12 ആകുമ്പോൾ നേരെ ബാങ്കിൽ പോയിട്ട് പറയാം ഐ ലോസ് മൈ NRI സ്റ്റാറ്റസ്. അതോടുകൂടി ഇറ്റ്സ് ബേസിക്കലി ഇമ്മീഡിയറ്റ്ലി എന്നാണ് ലാംഗ്വേജ് യൂസ്ഡ്. ഇമ്മീഡിയറ്റ്ലി വന്നിട്ട് നിങ്ങൾ ആ സാധനത്തിന് NRI അക്കൗണ്ടിനെ റീഡിസിഗ്നേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം യു ലോസ് യുവർ NRI സ്റ്റാറ്റസ്. അല്ല, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഹിസ് ഇന്റൻഷൻ ഈസ് ടു ഗോയിങ് ബാക്ക് ടു പ്രൂവ് ചെയ്യണം. യു ഹാവ് ടു വിത്ത് പ്രാക്ടീസ് വെച്ച് പ്രൂവ് ചെയ്യണം. കാരണം എന്താ പറഞ്ഞാൽ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ, കാരണം നോട്ടീസ് വരുമ്പോൾ നോക്കുവേ, ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇന്റൻഷൻ ഉണ്ടാവില്ലല്ലോ. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ റിട്ടയർ ചെയ്ത് വരുന്ന കാര്യം ഓക്കെ, നമുക്കറിയാം അദ്ദേഹം തിരിച്ചു പോകാനുണ്ടാകും. പക്ഷേ എസ്പെഷ്യലി ജോലി ലോസ് ആയി വരുന്നത് ടെമ്പററി പർപ്പസ് ആകാമേ. അതെ, ദാറ്റ് ഈസ് റീസൺ ആക്ച്വലി വന്നിട്ട് നമുക്കൊരു RFC അക്കൗണ്ടും അല്ലെ FCNR അക്കൗണ്ട് ഒക്കെ, FCNR അക്കൗണ്ട് ഉണ്ട്, RFC അക്കൗണ്ട് ഉണ്ടല്ലോ, ഫോറിൻ കറൻസി യു ക്യാൻ മെയിൻറ്റെയിൻ. ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത 2 വർഷം ടാക്സ് ഫ്രീ ഉണ്ട്. അത് RFC അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ, FCNRയിൽ മാത്രമേ ഉള്ളൂ. ഈ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി. ടെക്നിക്കലി സെക്ഷൻ മാറി. ഇപ്പം എന്നാലും പറയാം, ഇപ്പോഴത്തെ എക്സസിങ് ഇൻകം ടാക്സ് സെക്ഷനിൽ നമുക്ക് NRI FDയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ കണ്ടീഷണൽ എക്സംഷൻ ആണ്. അതൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ FEMA പ്രകാരം NRI ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ദ മൊമെന്റ് നമ്മൾ NRI FEMAയിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഡേ 1 ഇറ്റ് ഈസ് ടാക്സബിൾ. NRI FD ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നില്ല, അതിന്റെ ഇൻട്രസ്റ്റ് ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പലപ്പോഴും ഈ ബാങ്ക് മാനേജേഴ്സ് നമ്മളോട് പറയും 6 മാസം വരെ കുഴപ്പമില്ല എന്ന്. ഞാൻ എപ്പോഴും അവരെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഒറ്റ കാര്യങ്ങൾ വന്നിട്ട്, ഏതെങ്കിലും ഒരു ബാങ്ക് മാനേജർ നിങ്ങൾക്ക് ഇൻ റൈറ്റിംഗിൽ തരാൻ പറ്റുമോ എന്നുള്ളതാണ്.
ഒരാളും വായുകൊണ്ടാ പറയാ. ഇതെല്ലാം വായുകൊണ്ടാണ്, ആരും തന്നെ എഴുതിത്തരത്തില്ലല്ലോ. ഐഡിയലി ഞാൻ പറയും 6 മാസം കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ ആ മാനേജർ ആ ബ്രാഞ്ചിൽ ഉണ്ടാവില്ല. അയാള് ചിലപ്പം പത്തനംതിട്ടയിലൊക്കെ പോയിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം ഒരു അവിടെ സെയിൽസ് റിക്വയർമെന്റ് ഉണ്ടല്ലോ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ. അല്ലെങ്കിൽ അപ്പോൾ അത് ഇതിന്റെ പേരിൽ ഒത്തിരി ആളുകൾ ഇന്നസെന്റ് ആയിട്ട് പറ്റൊക്കെപ്പെടുന്നുണ്ട്. കാരണം ഇവർക്ക് ഇതിന്റെ അവയർനെസ് ഇല്ലല്ലോ. എനിക്ക് അറിയുന്ന ഒരുപാട് NRIs ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മിക്ക NRIസിനും ചിലപ്പോൾ അറിയില്ല TDS ഇൻകം ടാക്സ് തമ്മിൽ വ്യത്യാസത്തിന് അറിയില്ല. മിക്ക ആൾക്കാരുടെ വിചാരം TDS ഇൻകം ടാക്സ് ആണെന്നാണ്. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഇതിന്റെ ടാക്സ് അടച്ചോന്ന് പറയുമ്പോൾ ഇല്ല, ബാങ്ക് TDS പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. TDS ഇൻകം ടാക്സ് അല്ല, TDS ഒരു മെക്കാനിസം ആണ് ഗവൺമെന്റ് അപ്രണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതിന്. ഐഡിയലി ആ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. ഈ TDS മുഴുവൻ റീഫണ്ടബിൾ ആയിരിക്കും. പിന്നെ റീഫണ്ടബിൾ ആണ് കംപ്ലീറ്റ്ലി. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ നമ്മളിപ്പോൾ തിരിച്ചു വരാൻ ടൈമിൽ എപ്പോഴാണ് നമുക്ക് NRI സ്റ്റാറ്റസിൽ നിന്ന് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറേണ്ട ആവശ്യം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഫെമയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിനെ കുറിച്ചാണ് നമ്മൾ ഇൻകം ടാക്സ് കൈവച്ചിട്ടില്ല. ഇൻകം ടാക്സ് പ്രകാരമാണ് ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ് എന്നുള്ള കാറ്റഗറി. ഈ 3 കാറ്റഗറിയാണ്. നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നൊരു കാറ്റഗറി ഇല്ല. അത് ഒരു നോൺ റെസിഡന്റ് ആയുള്ള ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ 3 കാറ്റഗറിയിലാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരാൾ റെസിഡന്റ് ആയി മാറുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 182 ദിവസം താമസിച്ച അയാൾ റെസിഡന്റ് ആയി മാറി. ഓക്കെ, ഒരു വർഷം 182 കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ അയാൾ റെസിഡന്റ് ആയി മാറി. നമ്മളെ ദാറ്റ് ഡസന്റ് മീൻ വന്നിട്ട് അയാളുടെ ഫോറിൻ ഇൻകം ടാക്സ് അടയ്ക്കണം നിർബന്ധമില്ല. അയാൾ റെസിഡന്റ് ആയി എന്നതേ മാറ്റുള്ളൂ. അയാൾ ഒരു ഓർഡിനറി റെസിഡന്റ് ആയി മാറുമ്പോൾ മാത്രമേ അയാളുടെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ. മിക്ക ആൾക്കാരുടെയും കോൺസെപ്റ്റിലെ പേടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഗൾഫിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു വർഷം നാട്ടിൽ പോയി 182 ദിവസമായി കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലെ ടാക്സ് ഇവിടെ ഗൾഫിലെ വരുമാനത്തിന് ഇവിടെ ടാക്സ് അടയ്ക്കണം എന്നുള്ള ചെറിയൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അയാൾ ഓർഡിനറി റെസിഡന്റ് ആകുമ്പോഴാണ് അയാളുടെ ഫോറിൻ ഇൻകം ഇവിടെ ടാക്സ് വരുന്നത്. ഇനി അയാൾ എപ്പോഴാണ് ഓർഡിനറി റെസിഡന്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ, ഈ 182 ദിവസം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, അതൊരു വൺ ഓഫ് ദി ബേസിക് കണ്ടീഷനാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കണ്ടീഷനും കൂടി നോക്കണം. മിക്ക ആൾക്കാർക്കും ചിലപ്പം അറിയാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസം, കഴിഞ്ഞ 4 ഫിനാൻഷ്യൽ ഇയറിൽ 365 ദിവസം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസം, 4 ഫിനാൻഷ്യലി 360 ദിവസം, അതും ഒരു ബേസിക് കണ്ടീഷനാണ്. പക്ഷെ ഇതിൽ ഒരു ഇന്ത്യൻ സിറ്റിസന് ഒരു റിലീഫ് ഉണ്ട്. അതായത് നമ്മൾ ഗൾഫിൽ താമസിക്കുന്ന ഒരാൾ, അയാൾ നാട്ടിലേക്ക് വിസിറ്റിന് വരുന്നു, ഈ 60 ദിവസം 182 ദിവസമായിട്ട് മാറും. അതുകൊണ്ടാണ് 182 ദിവസം എന്നുള്ളത് ഒരു കോമൺ കണ്ടീഷനായിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ 60 + 365 എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിൽ 60 എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ അയാൾ ഗൾഫിൽ താമസിക്കുമ്പോൾ അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് റിലാക്സേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ IPL കളിക്കുന്ന ഒരുപാട് ഫോറിൻ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവർക്ക് ഈ കണ്ടീഷൻ റെലവെന്റാ. അവര് 60 ദിവസവും 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ അവർ റെസിഡന്റ് ആയി മാറും. ഒരു ഫോറിൻ പ്ലെയർ ഇവിടെ കളിക്കുന്ന അയാളും 60 ദിവസം എന്തായാലും ക്രോസ് ചെയ്യല്ലോ, കാരണം 2 മാസം കളിയാണല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ അയാൾ വേറെ പല ബിസിനസ് റീസൺ കൊണ്ട് അയാളോട് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ 360 ദിവസം താമസിക്കും, അയാൾ റെസിഡന്റ് ആയി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ അതേ സമയത്ത് ഒരു ഇന്ത്യൻ സിറ്റിസൺ അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്, അല്ല ഈ റിസൈഡിങ് ഔട്ട്സൈഡ് ദ കൺട്രി അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു റിലാക്സേഷൻ ആണ് ഈ 182 ദിവസം. ക്ലിയർ ആണോ? ഇതേ 182 ദിവസം അതേ വ്യക്തിക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അത് 182 എന്നുള്ളത് 120 ദിവസമായി. അതായത് ഐഡിയലി ഇന്ത്യയിൽ ഒരു 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ കണ്ടീഷൻ നോക്കുന്നത് 120 ദിവസവും 360 ദിവസമാണ്. 182 ദിവസം എന്നുള്ള റെലവെന്റ് ഇല്ല. പിന്നെ ഇയാളുടെ ഇൻകം അതിനെ ബാധിക്കും. ഇൻകം കൂടി വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് മിക്ക ആൾക്കാർ എപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഇത് എപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ട് വെച്ചാൽ, ഇനി പല ആൾക്കാരുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പണ്ടത്തെ പോലെ ഒരു മാസത്തിന് വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന ആൾക്കാരല്ല. പല ആൾക്കാരും പല സമയങ്ങളിൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ 182 ഡേയ്സിനേക്കാളും കൂടുതലൊക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ നിൽക്കേണ്ടി വരും, കാരണം വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരണമെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ ഒത്തിരി ആളുകൾ മ്യൂച്വൽ ഫണ്ടൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാവരും ലീഗൽ ഇൻവെസ്റ്റ്മെന്റ്, എല്ലാവരുടെയും 15 ലക്ഷത്തിൽ വരുമാനം വരും, ഡിവിഡന്റ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം, ഒരു പ്രോപ്പർട്ടിയുടെ വിറ്റ് അതൊക്കെ വരും. ഈവൻ പലപ്പോഴും പ്രോപ്പർട്ടി വിൽക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതെങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക് അറിയാത്തൊരു സാഹചര്യം വരും.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എപ്പോഴാണ് ഇദ്ദേഹം ഈ പറഞ്ഞ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിലേക്ക് മാറേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്? അല്ല, ഇത് മാറുന്നതല്ല. നമ്മൾ ടെക്നിക്കലി റെസിഡന്റ് ആയി മാറുന്നത് നമ്മൾ ഫിസിക്കലി ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിഡന്റ് ആയി മാറി. ഐഡിയലി നമ്മൾ നോക്കേണ്ടത് 1 വർഷമായി എന്നതിനെക്കാട്ടും കൂടെ പ്രീവിയസ് ഇയേഴ്സ് ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ 2 വർഷം റെസിഡന്റ് ആയി കഴിഞ്ഞാൽ 3-ാമത്തെ വർഷം നമ്മൾ ഓർഡിനറി റെസിഡന്റ് ചാൻസ് കൂടുതലാണ്. 10 വർഷം. അതുപോലെ കഴിഞ്ഞ 7 വർഷത്തിൽ 765 ഡേയ്സ് ഓഫ് സംതിങ്. ഓക്കെ, എക്സാക്ട്ലി ഫാക്ട്സ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ദോസ് മെനി ഡേയ്സ്. അതും 7 വർഷവും 10 വർഷവും നമ്മൾ റെലവെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഓർഡിനറി റെസിഡന്റ് ആയി മാറാനുള്ള ചാൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ കഴിഞ്ഞ 10 വർഷം നമ്മൾ ഏതെങ്കിലും ഒരു വർഷം 152 ദിവസം ഫോഴ്സ്ഫുള്ളി ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ എപ്പോഴും ഈ കാൽക്കുലേഷൻ കയ്യിൽ വെച്ചോണ്ടിരിക്കണം. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിനോട് പറയാനുള്ള കാര്യം വെച്ചാൽ ഇത് അത്ര ഈസി അല്ല, കേൾക്കണമല്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തേക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി പലപ്പോഴും വിറ്റിപ്പോണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗൾഫിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്നിട്ട് ചിലപ്പോൾ 1 വർഷം ഇവിടെ വന്ന് താമസിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് പലപ്പോഴും നല്ല വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു യൂട്യൂബ് വീഡിയോ മാത്രം കണ്ടിരുന്നാൽ ചിലപ്പോൾ കാര്യം നടക്കില്ല. എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ഒരു എക്സ്പെർട്ടായിട്ട് ചെയ്യാനെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. ചിലപ്പോൾ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും, പക്ഷേ സ്റ്റിൽ ഓക്കെ. അല്ല, ഐ തിങ്ക് പല ആൾക്കാരും കാര്യം വെച്ചാൽ പിന്നെയും നമ്മളിങ്ങനെ വീഡിയോ കണ്ടിട്ട് കൂടുതലും ആക്ച്വലി ഒരുപാട് പേര് സെൽഫ് ലേണേഴ്സ് ആണ്. സെൽഫ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കും. അല്ല, ഇത് ഓക്കെ, ഒരു നമ്മുടെ വരുമാനം 5 ലക്ഷം ഉള്ളെങ്കിൽ ഓക്കെ, സെൽഫ് ലേണിംഗ് നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ 1 കോടി രൂപ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടം വരുന്നത് ഇവിടെ ആണെങ്കിൽ 2000 കൊടുത്താൽ മതി. ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇൻകം ടാക്സ് നോട്ടീസ് അവർ തന്നെ റെസ്പോണ്ട് ചെയ്യും. അവർക്ക് അറിയുന്ന രീതിയിൽ ഇങ്ങനെ അവസാനം ഡിമാൻഡായി മാറും. ഡിമാൻഡായി മാറി വരുമ്പോഴാണ് നമ്മുടെ വരിക. ഇതല്ല മൊത്തത്തിൽ കുളമായിട്ട് കുളമായി കഴിയുന്ന സമയത്ത് നമ്മുടെ വരിക. എന്നിട്ട് ഇത് ഒന്ന് ഡീൽ ചെയ്തിട്ടുണ്ട്. കാരണം certain ways to handle in certain way. അത് നമുക്കത് അറിയാൻ പറ്റുന്ന ഒരു കേസാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമുക്ക് നാട്ടിലൊരു ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും ഇതുപോലത്തെ വരുമാനം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെച്ചിട്ട് ഈ ടാക്സിൽ കൺസൾട്ടന്റിനെ വെച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതാണ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. ഇത് ശരിക്കും നമുക്ക് കൂടുതലും വരുന്നൊരു സാഹചര്യമാണ്. കാരണം പലപ്പോഴും ഒട്ടുമിക്ക ആളുകൾക്കും നല്ല ഹൈലി സാലറീഡ് ആയിട്ടുള്ള ആളുകൾ, ഇവർക്ക് എല്ലാവരുടെയും ലോങ് ടൈം വിഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന് സെറ്റിൽ ആവണം എന്നുള്ളതായിരിക്കും. ഇവൻ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഏജ്ഡായ ആൾക്കാർക്കും, ഇപ്പോൾ യൂറോപ്പിലായാലും ശരി സിംഗപ്പൂരൊക്കെ ഉള്ള ആൾക്കാരും അവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ദേ പ്രിഫറിങ് ടു സ്റ്റേ ഹിയർ. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ചിലപ്പോൾ അവിടെ ഇരിക്കും, പക്ഷേ അവരിവിടെയാണ്. അപ്പോൾ ഇവർക്കുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ രണ്ടാണ്. ഒന്ന്, അവർക്കിവിടെ ഇൻകം വേണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവർക്കുള്ള ചിലപ്പോൾ സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഗ്ലോബൽ സിറ്റീസിനാണ്. അവരുടെ പിള്ളേർ പുറത്തായിരിക്കും. അപ്പോൾ ഇങ്ങനത്തേക്ക് വരുന്ന ടൈമിൽ ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെയും ഒരു ഒപ്പീനിയൻ ആവശ്യമുണ്ട്. കാരണം ഇത് രണ്ടുപേരും ഹാൻഡായിട്ട് വർക്ക് ചെയ്യണതിൽ. ഇതിലേതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസിഡന്റിനെയും നോൺ റെസിഡന്റിനെയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രവാസി ടാക്സ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ, ഒരു NRIയുടെ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ യു ഷുഡ് ബി സ്പെഷ്യലൈസ്ഡ് ഇൻ ഫെമ. ഇൻകം ടാക്സ് മാത്രമല്ല, ഫെമ വരും, ടാക്സ് ട്രീറ്റി വരും. അത് ഇന്ത്യ 10-75 രാജ്യങ്ങളായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ടാക്സ് ട്രീറ്റി വരും. അപ്പോൾ ഈ ടാക്സ് ട്രീറ്റിയും ഫെമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു NRIയുടെ ടാക്സേഷൻ ഡീൽ ചെയ്യുന്ന സമയത്ത്. 2 രാജ്യങ്ങളിലും ടാക്സിന് എക്സ്പോഷർ ഉണ്ടാവും. രണ്ട് രാജ്യങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഒരാൾ അവിടുത്തെ റെസിഡന്റ് ആയിരിക്കും, സോഴ്സ് ഇവിടുന്നായിരിക്കും, അയാൾ അവിടുത്തെ റെസിഡന്റ് ആയിരിക്കും. അപ്പോൾ 2 സ്ഥലത്തും ഗ്ലോബലി ടാക്സബിലിറ്റി എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ട്രീറ്റി പ്രകാരം എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം, അങ്ങനെ ഒരുപാട്. ഒരു കാര്യം കൂടി കാരണം വെച്ചാൽ ഇന്നത്തെ എനിക്ക് കുറച്ചും കൂടി കവർ ചെയ്യണമെന്നില്ല, പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയേണ്ടത് വെച്ചാൽ OCI കാർഡ് ഉണ്ടാവും ചില ആൾക്കാർ. അപ്പോൾ അതിൻ്റെ OCI കാർഡുള്ളവർക്ക് എന്താണ് ഇന്ത്യയിൽ NRI നിയമങ്ങളെന്നൊന്ന് പറയാം. ഇത് ഒരുപാട് പേർക്ക് വരുന്ന കൺഫ്യൂഷൻ. ഓക്കെ, അത് PIO അല്ലെ OCI 2 കാർഡ് ഹോൾഡറും ഫെമ പ്രകാരം NRI തന്നെയാണ്. NRIക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ അത് തന്നെയാണ് ഈ പറയുന്ന OCIക്കും PIOയ്ക്കും ഉള്ളത് തന്നെ. ശരിക്കും പറയാം, ഈ OCIയിലും PIO എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യക്കാരാണ്, പക്ഷേ ഫോറിൻ സിറ്റിസൺസ് ആണ്. അവർക്കുള്ള കാർഡാണ്. ഇല്ല, ബേസിക്കലി ദേ ആർ ഒറിജിനലി ഇന്ത്യൻസ്, റൈറ്റ്? ദേ ആർ ഹോൾഡിംഗ് ഫോറിൻ പാസ്പോർട്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ പാകിസ്ഥാൻ പോലെ വന്നിട്ട് 2 പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ US പോയിട്ട് കാനഡയിൽ പോയിട്ട് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു നീഡ് ടു സറണ്ടർ ഇന്ത്യൻ പാസ്പോർട്ട്. അതുകൊണ്ടാണ് അവർ OCI മാറുന്നത്. ടെക്നിക്കലി അവർ ഒറിജിനലി വന്നിട്ട് 10-25-28 വയസ്സ് വരെ വന്നിട്ട് ഇന്ത്യൻ
സിറ്റിസൺ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അവിടെ പോയി ഗ്രീൻ കാർഡ് എടുത്തു, പിന്നെ പാസ്പോർട്ട് എടുത്തു, നമ്മുടെ പാസ്പോർട്ട് അവർ സറണ്ടർ ചെയ്തു മാത്രം ദേ ഗോട്ടിങ് OCI. അതർവൈസ് ഫ്രം എ NRI പെർസ്പെക്റ്റീവ്, ടാക്സേഷൻ പെർസ്പെക്റ്റീവ് എല്ലാം രണ്ടുപേരും ഒന്ന് തന്നെയാണ്. സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 25 വയസ്സായിട്ട് ഒരാൾ പോയി ആൻഡ് ഹീ ഈസ് ക്രിയേറ്റിംഗ് എ ഫാമിലി ദർ. അപ്പോൾ അയാളുടെ കുട്ടികൾ ചിലപ്പോൾ ജനിച്ചത് വളർന്ന് അവിടെ ഇരിക്കും. അതെ. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് അവിടെ തന്നെ ആയിരിക്കും. അതെ അതെ. അപ്പോൾ ഈ കുട്ടികൾക്ക് OCI കാർഡ് ഉണ്ടാവില്ലേ? അതെ അതെ അതെ. അവരും ഇതേപോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ്. ദർ ഇസ് നോ ഡിഫറൻസ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഫെമയിൽ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെങ്കിൽ ഒരു ഫോറിൻ സിറ്റിസൺ കംപ്ലീറ്റ് അവർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, ഈവൻ OCI ആണ്, ആ ഒരു കാറ്റഗറിയിലാണ്. OCI കാർഡ് തന്നെ ഉണ്ടാവും, നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് സെപ്പറേറ്റ് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ കുട്ടികൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട്. അതെ അതെ അതെ. ഒരു പ്യൂർ ഇപ്പം ഡൊണാൾഡ് ട്രംപിനൊന്നും ഇവിടെ വന്നിട്ട് NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു കാര്യം ക്ലിയർ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ദേ കാൻ കീപ് റെസിഡന്റ് അക്കൗണ്ട് ഹിയർ. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പോഡ്കാസ്റ്റിൽ എനിക്ക് ഒത്തിരി നമ്മുടേതായ രീതിയിൽ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കിട്ടേണ്ട കാര്യം വെച്ചാൽ വൺസ് NRI ആയി കഴിഞ്ഞാൽ റെസിഡന്റ് അക്കൗണ്ട് സറണ്ടർ ചെയ്യാന്നുള്ളതാണ്. സറണ്ടർ ചെയ്യുന്നല്ല, അതിനെ NRO അക്കൗണ്ട് ആയിട്ട് മാറ്റുക. സറണ്ടർ ചെയ്യുന്നല്ല. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ ഒരു ഹസ്ബൻഡിന് ജോലിയുണ്ട്, അദ്ദേഹത്തിന് അപ്പോൾ NRI അക്കൗണ്ടാക്കി മാറ്റിയിട്ടുണ്ടോ? വൈഫ് ആളൊപ്പം താമസിക്കുന്നുണ്ട്. ഷീ ഡസൻ ഹാവ് എനി. ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ വൈഫിന് അവിടെ ഇൻകൊന്നുമില്ല. അപ്പോൾ വൈഫിൻ്റെ പേരിൽ ഇവിടെ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടെന്നാണ്. അപ്പോൾ വൈഫും റെസിഡന്റ് അക്കൗണ്ടിൽ നിന്ന് NROയിലേക്ക് മാറ്റണോ അതോ ക്യാൻ ഷീ കണ്ടിന്യൂസ്? വൈഫ്, ഞങ്ങൾ ഇതിനു വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർട്ടിക്കിളിന് എഴുതിയിട്ടുണ്ട്. അതായത് വെദർ NRIയുടെ വൈഫിന് NRI സ്റ്റാറ്റസ് ഉണ്ടോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇന്റൻഷൻ ടു സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ ഈവൻ ഫോർ എനി അതർ പർപ്പസ്. ആളുടെ ഇന്റൻഷനും ഹസ്ബൻഡിന്റെ അതേ ഇന്റൻഷൻ തന്നെയാണ്. ഹസ്ബൻഡിന്റെ കൂടെ വന്നിട്ട് വിസ കിട്ടി പോകുന്ന ആളുടെ ഇന്റൻഷനും ടെക്നിക്കലി വന്നിട്ട് ഫോർ ആൻ അൺസർട്ടൻ പീരീഡ് ആണ്. ആൾക്കും NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആളും റെസിഡന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലി നമ്മുടെ ഈ റെസിഡന്റ് അക്കൗണ്ടിനെ ട്രാക്ക് ചെയ്യുന്നത്, ഇൻകം ടാക്സിൽ ട്രാക്ക് ചെയ്യുന്നത് ആ അക്കൗണ്ട് ഡീൽ ചെയ്യുന്നത് നോൺ റെസിഡന്റ് ആണോ എന്നുള്ളതാണ്. സോ ലോജിക്കലി ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് അല്ലേ. ഗവൺമെന്റ് വിചാരിക്കുന്നത് ഇയാൾ ഇവിടുത്തെ റെസിഡന്റ് ആണെന്നാണ്. അയാളെ എനിക്ക് എന്താണ് ലോജിക്ക്? നോൺ റെസിഡന്റ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ TDS? പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഷെയർ ട്രേഡിങ്ങിന്റെ മുകളിൽ 30% അല്ലെ 20% ഹൈ TDS റേറ്റ് ടെക്നിക്കലി അല്ലെ. എന്താണ് ഗവൺമെന്റിന്റെ പേടി? നാളെ ഇവരിവിടെ വന്നില്ലെങ്കിലോ അല്ലെ. നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ റെസിഡന്റ് ആണ്, നിങ്ങൾ എപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലെ, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇവിടെ ഒരു നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നാളെ ഒരു ടാക്സ് റിക്കവറിയോ അല്ലെങ്കിൽ വരണമെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ, എനിക്കറിയാം. അതുകൊണ്ടാണ് എപ്പോഴും അവർ ഹയർ റേറ്റിൽ TDS പിടിക്കുന്നത്. കാരണം നാളെ ഫോർ എക്സാമ്പിൾ ഒരാൾ ദുബായിൽ നിൽക്കുന്നു, തിരിച്ചു വരുന്നില്ല, വരാതെ ഇരിക്കാലോ, വരേണ്ട ആവശ്യമുണ്ടോ? നമുക്കിപ്പോൾ പറയാം അവിടെ വിസ കിട്ടില്ല തിരിച്ചു വരുന്നുള്ളത്. അതെ അതെ. പക്ഷേ പോസിബിലിറ്റി നോട്ട് നെസസറി ടു കം ബാക്ക് റൈറ്റ്. ആൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ആവാം. നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് എനിക്കാകെ 10 ലക്ഷമേ ഉള്ളൂ, വേറൊരാൾക്ക് 100 കോടി എന്നല്ല. സിസ്റ്റമാണ്. 10 കോടിയായാലും 100 കോടിയായാലും ഗവൺമെന്റ് നോക്കുന്ന ഒരേ സിസ്റ്റം തന്നെയാണ്. അതിന്റെ മെക്കാനിസം കൊണ്ടാണ് ഈ നോൺ റെസിഡന്റ് ഹയർ റേറ്റ് TDSഉം. കാരണം ടെക്നിക്കലി ഒരാൾ റെസിഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ TDS വരുന്നില്ല, കുറഞ്ഞ ലോ റേറ്റ് ആണ്. ചിലപ്പോൾ ആള് ലോജിക്കലി എപ്പോഴും ആള് നോൺ റെസിഡന്റ് ആണ്, ഗവൺമെന്റ് ലോസ് ഓഫ് റവന്യൂ ആണ്. അല്ല, ഈവൻ നമുക്കിപ്പോൾ ഈ ഒരു TDSനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ FD നമ്മൾ NRO ആണെങ്കിൽ TDS ഉണ്ട്. ഈവൻ മ്യൂച്വൽ ഫണ്ടോ ഷെയർ ട്രേഡിംഗിൽ ഇതിലെല്ലാത്തിലാണെങ്കിൽ നമുക്ക് TDS വരുന്നുണ്ട്. പറമ്പ് വാങ്ങുമ്പോഴും നമുക്ക് TDS ഉണ്ട്. അപ്പോൾ പലപ്പോഴും TDS പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഏത് ടൈമിലാണ് അദ്ദേഹം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്? കാരണം ടാക്സ് ഫയൽ ചെയ്യുന്ന ടൈമിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട് പൈസ തിരിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ എത്ര രൂപ ഇവിടെ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്? നോർമലി ഒരു വ്യക്തിക്ക് റെസിഡന്റ് ആയിക്കോട്ടെ നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, ഇന്ത്യയിൽ വന്നിട്ട് പുതിയ നിയമപ്രകാരം 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12, അങ്ങനെയാണോ സ്ലാബ്. ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് 4 ലക്ഷം രൂപയാണ് വരുമാനം. അയാളുടെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പല രീതിയിലുള്ള വരുമാനം, പല രീതിയിൽ. നമുക്കൊരു ഇൻട്രസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. അയാളുടെ ബേബി ഒരു 50 ലക്ഷത്തിന്റെ FD ഉണ്ട്, അയാൾക്ക് 4 ലക്ഷമാണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. ആ 4 ലക്ഷത്തിൽ 30% TDS പിടിച്ചു ബാങ്ക്. 4 3 12 എന്ന് പറയുമ്പോൾ ടെക്നിക്കലി 1.2 lakhs അടുത്ത് TDS പിടിച്ചിട്ട് ബാക്കി എനിക്ക് കിട്ടുന്നത് 2.8 മാത്രമേ എനിക്ക് ടാക്സ് ആയിട്ട് കിട്ടുന്നുള്ളൂ.
വരുമാനമായിട്ട് കിട്ടുന്നുള്ളൂ, ബാക്കി ഗവൺമെന്റ് ടാക്സ് അടച്ചു. ഐഡിയലി ആൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും നമുക്ക് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ ആണ്. ഓക്കെ, TDS പിടിച്ചാലും 30% TDS പിടിച്ചാലും 4 lakhs വരെ എനിക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇൻട്രസ്റ്റ് ഇൻകം 4 ലക്ഷം കാണിക്കും, നോ ടാക്സ്. ടെക്നിക്കലി എൻ്റെ ഇൻകം എൻ്റെ TDS ഇസ് റീഫണ്ടബിൾ ആണ്. പക്ഷേ മൊത്തം ഇന്ത്യയിൽ ആകെ 8.5 കോടി പേരിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എനിക്ക് 6.25 അങ്ങനെയാണ് ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 8-9 കോടിയുടെ അടുത്ത ആൾക്കാർ TDS പിടിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് പിടിക്കുന്നില്ല. 2 കോടിയുടെ ആൾക്കാർ ടാക്സ് ഫയൽ ചെയ്യുന്നില്ല, റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. റിട്ടേൺ ഫയൽ ചെയ്താലാണല്ലോ നമുക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, അല്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പൈസ അവർ TDS പോകുകയാണെങ്കിലും അവർ ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ ദേ ആർ എലിജിബിൾ ടു ഗെറ്റ് ദാറ്റ് മണി ബാക്ക്. ആബ്സല്യൂട്ട്ലി. ഓക്കെ, ഇപ്പം ഈവൻ ഫോർ എക്സാമ്പിൾ ഈവൻ 25,000 rupees TDS പിടിച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്, ഓപ്ഷൻ അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഡിവിഡൻഡ് മുകളിൽ TDS പിടിക്കുന്നുണ്ടോ? ഐഡിയലി TDSഉം ടാക്സും ഒരേ റേറ്റ് ആണ്. അപ്പൊ നോർമലി ആൾക്കാർ ഫയൽ ചെയ്യില്ല. അവർ പറയും വന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത റീഫണ്ട് ഒന്നും കിട്ടില്ല, പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ 25,000 rupeesന്റെ മുകളിൽ TDS വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. പുതിയ ഇൻകം ടാക്സ് ബില്ല് വരുന്നുണ്ട് കേട്ടോ, 2026 പുതിയൊരു നിയമം വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഒന്നും ഇല്ല. വേറെ ടോപ്പിക്കാണ്, പക്ഷേ ബില്ല് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ മാൻഡേറ്ററി എക്സിസ്റ്റിംഗ് ഇൻകം ടാക്സ് ആക്ട് റീപ്ലേസ് ആണ്. 2026 പുതിയ നിയമപ്രകാരം എക്സിസ്റ്റിംഗ് ഇൻകം ടാക്സ് ആക്ട് മാറും, പുതിയ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനുള്ള ഇൻകം ടാക്സ് ആക്ട് മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സാധാരണ NRIസിനൊക്കെ മിക്കവാറും ഇവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് റെൻ്റൽ ഇൻകം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ TDS പിടിക്കുന്ന കാര്യം ചിലപ്പോൾ ഈ TDS സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോഴും റെസിഡൻ്റ് അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലായി NRO സ്റ്റാറ്റസിൽ വെക്കണം, അതേമാതിരി TDS പിടിക്കണം. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്ന് സംസാരിക്കാമോ? അത് റെൻ്റൽ ഇൻകത്തിന് ഈ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുമ്പോൾ 30% TDS പിടിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് റെൻ്റൽ ഇൻകത്തിന്. ആ റെൻ്റൽ ഇൻകത്തിൻ്റെ TDSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിടിക്കുന്ന ആളുടെ പ്രൊഫൈൽ വരെയിരിക്കും. ചിലപ്പം നമ്മൾ ഏതെങ്കിലും കമ്പനിയിലെ മൾട്ടിനാഷണൽ കമ്പനിയുടെ എംപ്ലോയി ആയിരിക്കും നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതിൻ്റെ ബാങ്കിൻ്റെ മാനേജർ, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ബാങ്കുകളോ അല്ലെങ്കിൽ റിലയൻസോ അതുപോലത്തെ കോർപ്പറേറ്റ്. അപ്പോൾ ഈ റിലയൻസ് കോർപ്പറേറ്റ് പോലത്തെ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ പോലെയാണെങ്കിൽ അവർ ഈ പറയുന്ന ഇൻട്രസ്റ്റ് അവരുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാൻഡേറ്ററി അവർ TDS പിടിക്കണം എന്നുള്ളത് അവരുടെ കണ്ടീഷൻ. സാധാരണ ഈ എംപ്ലോയീസ് ഒക്കെ താമസിക്കുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ അവരും ഈ എക്സ്പെൻഡിച്ചർ അവരുടെ HRA ആയിട്ട് ക്ലെയിം ചെയ്യും. അവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എംപ്ലോയറുടെ പാനും ഡീറ്റെയിൽസും കൊടുക്കുന്നത്. എല്ലാവരും നമ്മുടെ TDS പിടിക്കുന്ന നമ്മുടെ ടെനന്റ് 2 പേരും തന്നെ നമ്മുടെ കുറിച്ചിട്ടുള്ള കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ NRI റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, റെന്റൽ ഇൻകം ഒന്നും കാണിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ 26AS കൃത്യമായിട്ടുണ്ടാവും ഈ ടെനന്റ് ഈ പറഞ്ഞ സെക്ഷനിലാണ് നമ്മൾ TDS പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു TDS പിടിക്കേണ്ട സാഹചര്യം വരുന്നത് അക്കൗണ്ട് റെസിഡന്റ് അക്കൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, 2017 ഒരു പ്രൊജക്ട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തായിരുന്നു. പ്രൊജക്ട് ഇൻസൈറ്റ് 4000 കോടിയാണ് പ്രൊജക്ട് ഗവൺമെന്റിന്റെ. അതിന്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 1000-1600 കോടിക്കാണ് ഇൻഫോസിസ് ഇൻകം ടാക്സിന്റെ പോർട്ടൽ ഡെവലപ്പ് ചെയ്തത് 2017 പ്രൊജക്ട്. അപ്പൊ 2020 കോവിഡ് സമയത്താണ് ആ പ്രൊജക്ടിന്റെ ഒരു നമ്മൾ കാണുന്ന ഒരു ഔട്ട്ലൈൻ പുറത്തു വരുന്നത് 2020-2022. അത് ഇന്ന് ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു IT പ്ലാറ്റ്ഫോം, ഇൻകം ടാക്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഗ്ലോബലി ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവും. ഇറ്റ്സ് കംപ്ലീറ്റ് ഡാറ്റ ഡ്രിവൺ സിസ്റ്റമാണ് നമ്മുടെ ഒരു. അതായത് അത്രമാത്രം ഒരു പൈസ വരെ മിസ്സാവില്ല, ഒരു ഡാറ്റ വരെ മിസ്സാവില്ല. അവർ പറയുന്നുണ്ട് ഈ ട്രാൻസാക്ഷൻ ബിലോങ്സ് ടു യു ആണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. 99.99% ബിലോങ്സ് ടു യു. നമ്മളൊരിക്കും നമുക്ക് ഓർമ്മയില്ലാത്തോണ്ടാ ഇത് നമ്മുടെ ആണോ എന്നുള്ളത്. ആദ്യം ഒരുപാട് ക്ലയന്റ് പറയും ഈ ട്രാൻസാക്ഷൻ നമ്മുടെ അല്ലാന്ന്. ശരിക്കും പോയി 99.99% നിങ്ങളുടെ ട്രാൻസാക്ഷൻ തന്നെയാണ്. പക്ഷെ അവർ കൺഫേം ചെയ്ത് ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ ആണോ എന്നുള്ളത്. കാരണം കംപ്ലീറ്റ് ഡാറ്റ അക്വയർ ചെയ്താണ്. അപ്പം ഇവൻ NRIസിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ there is a separate department called FAIU, Foreign Asset Investigation Unit. 14 ലൊക്കേഷൻസിൽ വന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ വേറെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ FAIU എന്നുണ്ട്. They have huge data bank. അത്രമാത്രം ഡാറ്റ ഉണ്ട് കയ്യിൽ, പ്രോസസ് ചെയ്യാൻ തീരാത്തത്രയും ഡാറ്റയുണ്ട്. ദേ കളക്ട് ഡാറ്റ. കാരണം ഗവൺമെന്റ് എല്ലാ കൺട്രീസുമായിട്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് എഗ്രിമെന്റ് ഉണ്ട്, ഡബിൾ ടാക്സേഷൻ എവിഡൻസ് ഉണ്ട്, FATCA ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ട്, ഈവൻ നമ്മൾ ദുബായി പോയാൽ തന്നെ അവിടെ നിന്ന് നമ്മുടെ ആധാറും പാനും കളക്ട് ചെയ്യുന്നുണ്ട്. ഖത്തറിൽ പാനും ആധാറും കളക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ബാങ്കുകൾ നമ്മുടെ ഡോക്യുമെന്റ് കളക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അല്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർഡ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനിയും എനിക്ക് സത്യത്തിൽ കുറേ സംസാരിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ FCNR അക്കൗണ്ട് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ 1/2 മണിക്കൂർ വേറെ സംസാരിക്കണം. ഇനി ഓരോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഇനി അതല്ല, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, എസ്പെഷ്യലി NRIs ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രം 1/2 മണിക്കൂർ അല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അത് ഇവിടുത്തെ ചില ആൾക്കാർ ഇവിടെ ചിലപ്പോൾ ഭാര്യയുടെ പേരിൽ പ്രൊപ്പറേറ്റർഷിപ്പിൽ ബിസിനസ് റൺ ചെയ്യണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ചെയ്യണ്ടാവും, LLPയിൽ ചെയ്യണ്ടാവും. ഇനി കമ്പനിയിൽ പിന്നെ സ്ട്രേറ്റ് ഫോർവേഡാന്ന് തോന്നുന്നത്. പക്ഷേ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കണ പോലുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു NRI പേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ബേസിക്കായിട്ട് ഒരു NRIനോട് ടാക്സിനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് പേടിച്ചിട്ട് 10,000 അങ്ങനത്തെ ഒരുപാട് കേസാണ് സത്യം പറഞ്ഞത് നമ്മൾ ഈ ടാക്സിനെ കുറിച്ചിട്ട്. സോ നമ്മൾ ഒരു ക്യാപെക്സ് ഉണ്ടാവും. യു ബീങ് എക്സ്പെർട്ട് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, റൈറ്റ്? നമുക്കൊരു വലിയൊരു ക്യാപ്പ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ വന്നിട്ട് ഒരു 10 കോടിയുടെ ക്യാപിറ്റൽ ഉണ്ട് വിചാരിച്ചോളൂ. ആ 10 കോടിയിൽ നിന്ന് നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര ROI കിട്ടും? ഒരു 15%, 6% കൂട്ടിക്കോ. അപ്പോൾ 10 കോടിക്ക് എത്ര കിട്ടും? ഇപ്പോൾ 6 ലക്ഷം ഇൻറ്റു 10 അപ്പോൾ 60 ലക്ഷം. 60 ലക്ഷം എന്ന് പറയുന്നതാണ് നമ്മുടെ ROI. ഈ ROIയുടെ മുകളിൽ വരുന്ന നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 14% ആണ് നമ്മുടെ ഒരു ആവറേജ് ഇൻകം ടാക്സ് റേറ്റ് ഇന്ത്യയിൽ വന്നിട്ട്. ഒരു മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-16% നമ്മുടെ ആ ഒരു ROI. ഐഡിയലി നമ്മൾ പറയുന്നത് ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് എനിക്ക് ഈ ROI വേണ്ടെന്ന്. നമ്മൾ ക്യാപിറ്റലുമേ ടാക്സ് ഇല്ല, ഈ ഇൻട്രസ്റ്റുമേ അല്ലെങ്കിൽ പ്രോഫിറ്റുമേ ടാക്സ് ഉള്ളൂ. നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നില്ല, പ്രോഫിറ്റ് വേണ്ട. അങ്ങനെ ഇൻകം ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് വേണ്ട. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരുപാട് നമ്മൾ പറയും. അതെ, നമ്മൾ പറയും മറ്റേ അങ്ങനെ ഈ സലിം കുമാർ പറയുന്ന പോലെ പറയില്ലേ, അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ അതുപോലെ അതേ ലോജിക്ക് തന്നെയാണ്. അതായത് അങ്ങനെ എനിക്ക് ഇൻകം കിട്ടിയിട്ട് ഗവൺമെന്റ് ടാക്സ് അടയ്ക്കേണ്ടത്, അപ്പൊ എനിക്ക് ഇൻകം വേണ്ട. അപ്പോൾ അതിന് ഇൻകം വേണ്ടാത്തതുകൊണ്ട് ഒരുപാട് പേര് ആ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത രീതിയിൽ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ദേ ആർ വറീഡ് അബൌട്ട് ടാക്സ്. കാരണം അവരുടെ പേടി എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്നെ നോട്ടീസ് ചെയ്യും, ഞാൻ അതിന്റെ സ്കാനറിൽ പെടും, പിന്നെ അതിന്റെ പുറകെ വരും. അപ്പൊ ഞാൻ കഴിയുന്നതും ഒരു ലോ പ്രൊഫൈലിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈം തന്നെയാണെന്ന് പറയാം വെൽത്ത് ക്രിയേഷനിൽ, അല്ലേ? അല്ല, ഇവനെ ഞാൻ നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തതിൽ ഒരു കാര്യം കൂടി, കാരണം അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ചില ക്ലയൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാൻ കാർഡ് പോലും എടുത്ത് വെച്ചിട്ടില്ല. കാരണം വെച്ചാൽ പാൻ കാർഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങാനും ടാക്സ് കൊടുക്കേണ്ട വന്നാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് എന്താണ് പാൻ കാർഡിന് റെലവൻസ് ഇല്ല. അതായത് ഇന്ത്യ വന്നിട്ട് ഗോയിങ് വിത്ത് ആധാർ ഈസ് റീപ്ലേസ് വിത്ത് പാൻ കാർഡ്. ആധാർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തിനാ ജീവിക്കേണ്ട ആവശ്യം? ഇമാജിൻ, ബാക്കി എല്ലാം നമുക്ക് ഓക്കെയാണ്, ബാങ്ക് അക്കൗണ്ട് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇമാജിൻ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ, റൈറ്റ്? ഒരു ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാതെ വന്നിട്ട്, കാരണം ഇന്ന് എല്ലാം UPI ആണ്, എല്ലാം ബാങ്കിലാണ്ട് പിന്നെ ഇങ്ങനെ UPI ഉണ്ടാവും, എല്ലാം ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം അതാണ് കംപ്ലീറ്റ്ലി, അത് എനിക്കൊരു ലോങ് ടേം വിഷനിൽ ചെയ്ത പരിപാടിയാണ് ഗവൺമെന്റ്. പാൻ ഈസ് നോട്ട് റെലവെന്റ് അറ്റ് ഓൾ. അല്ല, ഇവൻ ഈ പറഞ്ഞതെല്ലാം ശരിക്കും പറഞ്ഞാൽ ടാക്സ് എന്ന് പറഞ്ഞ സാധനം ഇസ് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഡിക്ലൈൻ ചെയ്തിട്ട് ഇനി പറ്റില്ല. ഇവൻ എല്ലാ ഡാറ്റയും ഗവൺമെൻറ് അടുത്തുണ്ട്. ഇനി നമ്മളത് ആ നിയമത്തിനെ പാലിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ ഇനി ഭാവിയിലുള്ള. നമുക്കൊരു ലാസ്റ്റ് പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യേണ്ട ഒരു കാര്യമേ, ഈ മിക്ക ആൾക്കാരുടെയും ധാരണ ഈ ഇൻകം ടാക്സ് എന്ന് പറയുമ്പം ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മാത്രം സാധനമാണ്. പക്ഷേ ഇൻകം ടാക്സ് എപ്പോഴും നമ്മൾ വറി ചെയ്യേണ്ടത്, നമ്മൾ പേടിക്കേണ്ട ഒരു സാധനം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്താണ്. അതായത് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നു, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇൻകം ടാക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത്. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു പോയപ്പോൾ നമ്മൾ ഇനീഷ്യലി സംസാരിച്ചേക്കാളും കുറച്ചുകൂടി നമ്മൾ ഇൻഡെപ്ത് ആയപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ മേജറായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് NRE അക്കൗണ്ട്, എന്താണ് NRO അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു NRI ആയിട്ടുള്ള ഒരാൾ റെസിഡൻ്റ് അക്കൗണ്ട് സൂക്ഷിക്കുന്ന ടൈമിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതേമാതിരി ഏത് ടൈമിൽ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ കൊടുക്കാനായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചത്, TDS കുറിച്ചിട്ട്. ഈവൻ ഇനി നമുക്ക് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ആവശ്യം, FCNR വയ്ക്കണതിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൾക്കാർ
പറമ്പ് വാങ്ങുന്ന സമയത്തിൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കണം. കാര്യങ്ങളാണ്. ഇനി ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. ഇനി അതല്ല, ചിലപ്പോൾ ചില രാജ്യങ്ങൾ തമ്മിൽ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് ഓരോരുത്തർക്ക് കിട്ടുന്നത്, ഇതെല്ലാനും എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രീജിത്തൻ. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ NRI കമ്മ്യൂണിറ്റിയിൽ വളരെ ഉപയോഗപ്രദമാകുന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ഒബ്ജക്റ്റീവ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കലാണ്. കറക്റ്റ്. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഞങ്ങൾ പരസ്പരം ഞങ്ങൾ രണ്ടുപേരും ശ്രമിച്ച് അതിനുള്ള ആൻസറൊക്കെ തരാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഞങ്ങളുടെ രണ്ടുപേരും ഓഫീസ് അപ്പുറത്തും ഇപ്പുറത്താണ്. അപ്പോൾ നമ്മൾ വൈറ്റിലയിൽ ബൈപ്പാസിൽ അപ്പുറം റോഡ് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ ഭാവിയിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യും. ആക്ച്വലി സ്പീക്കിംഗ്, ഇത് NRIസിന് എന്താ പറയുക, കാശ് ഉണ്ടാക്കാനും അതേമാതിരി ഉണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്യാനും ആ കാശ് എങ്ങനെ കൃത്യമായിട്ട് ലീഗലി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് അവർ എയിം ഈസ് ബേസിക്കലി ടു ഗിവ് എൻ അവയർനെസ്. ആൻഡ് ഈ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ പേടി മാറ്റിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ല, മിക്ക ആൾക്കാർക്കും തോന്നുന്നത് ഒരു ട്രസ്റ്റഡ് അഡ്വൈസർ എന്ന് പറയുന്നതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വന്നിട്ട് ഒരു ഇഷ്യൂ വന്ന സമയത്താൽ ആരോട് പോയി ചോദിക്കണം എന്നുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്ക ആൾക്കാരും തപ്പി നടന്നിട്ടാണ് വന്നിട്ട് നമ്മുടെ അടുക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുക്ക് വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നമുക്ക് വി റീച്ച് ടു ദ റൈറ്റ് പേഴ്സൺ. നമ്മളായിരിക്കില്ല റൈറ്റ്, ചിലപ്പോൾ വേറെ റൈറ്റ് ഉണ്ടാവാം, പക്ഷെ അവർക്ക് അറിയില്ല. അവർ സോ കൺഫ്യൂസ്ഡ് ആക്ച്വലി വന്നിട്ട് ആരോടാ ചോദിക്കേണ്ടത്. കാരണം ഇത് രണ്ടും നിങ്ങളുടെ ആയാലും എൻ്റെതായാലും വളരെ സെൻസിറ്റീവ് ആണ്. കാരണം അവരുടെ വെൽത്താണ്, അവരുടെ ഇൻകം ആണ്, അവരുടെ പേഴ്സണൽ ഡാറ്റയാണ്. ഇത് ഒരിക്കൽ കൊടുത്താൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് പേടിയോട് കൂടെയാണ് മിക്ക ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നമ്മൾ ക്ലയൻസിന്റെ ഡീലിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർ സോ കൺസേൺ, ഡൗട്ട്ഫുൾ ആണ്. അവർക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ചിലയിടപ്പം നമ്മൾ ഇഗ്നോറൻസും അല്ലെങ്കിൽ മിക്ക NRIസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവരവരുടെ ജോലിയിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് സമയമില്ല ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കാനായിട്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും ഇത്തരം കണ്ടന്റ് ഇനിയും ഇരിക്കാം. താങ്ക് യു സോ മച്ച്.